അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ടും വളരെ സിമ്പിളായിട്ടും 3 ചേരുവകൾ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരു പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. കോക്കനട്ട് മിൽക്ക് പുഡിങ്ങാണ്. വളരെ ടേസ്റ്റാണിത്, വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 1.5 തേങ്ങയുടെ പാല്, ഒന്നാം പാല്, കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ 3/4 ഭാഗവും ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് തേങ്ങാപ്പാൽ ബാക്കി വെക്കുന്നുണ്ട്. ഇനി ഇതിലൊരു 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് തേങ്ങാപ്പാലൊക്കെ ഒന്ന് ചൂടാവുന്നത് വരെ ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം ഇത് ഇളക്കി കൊടുത്തിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഇനി നേരത്തെ ബാക്കി വെച്ച കുറച്ച് തേങ്ങാപ്പാലിൽ നമുക്ക് 3 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പാലിൽ തന്നെയാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. ഈ 3 ടീസ്പൂൺ കോൺഫ്ലവർ നമുക്ക് നന്നായിട്ട് കലക്കിയിട്ട് ചൂടായ തേങ്ങാപ്പാലിൽ ഒഴിക്കാം. കട്ടല്ലാതെ എല്ലാതും ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ചൂടായ തേങ്ങാപ്പാലിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി കുറുകി വരുന്നത് വരെ കൈവിടാതെ ഇളക്കി കൊടുക്കുക. കുറേശ്ശെ കുറുകി വരുന്നുണ്ട്. കട്ടല്ലാതെ ഇളക്കിയെടുക്കണം. തേങ്ങാപ്പാലും കോൺഫ്ലവറും നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നന്നായിട്ട് കട്ടിയാവണ്ട, കുറച്ച് കട്ടിയാവുമ്പോൾ നമ്മളിത് ഓഫാക്കിയിട്ട് ഒരു പുഡിംഗ് ട്രേയിലേക്കോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്കോ ഒഴിച്ചു കൊടുക്കണം. ഇത് പാകമായിട്ടുണ്ട്. തീരെ കട്ടൊന്നും കുത്തിയിട്ടില്ല. നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിച്ചിട്ട് വേണമെങ്കിൽ ഒഴിക്കാം, അപ്പോൾ കൂടുതൽ സോഫ്റ്റ് ആവും. ഞാൻ അരിച്ചിട്ടില്ല, എന്നാലും സോഫ്റ്റ് തന്നെയാണ്. എന്നിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. പാത്രത്തിലുള്ളതൊക്കെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് മൂടിയിട്ട് ഒരു 4 മണിക്കൂറോളം ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് തണുപ്പിക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കട്ടിയായി വരും. നമുക്കിതൊരു 4 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് എടുക്കാം, സെർവിങ് പ്ലേറ്റിലേക്ക്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.
ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.